ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രകാശ് ചേട്ടൻ ഇതെവിടെ പോയതായിരിക്കും? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും നേരം വെളുത്ത ഉടനെ എഴുന്നേറ്റ് ആത്മഹത്യൊന്നും ചെയ്യാൻ പോവില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയും ഒരുപാട് പേരെ പറ്റിക്കാൻ നിന്റെ ഏട്ടൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അറിഞ്ഞത് വെച്ച് മനോജിന്റെ അച്ഛന്റെ കയ്യില് കുറച്ച് പണമൊക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആ പ്രകാശിനെ അറിയും. അയാളത് ഒറ്റയ്ക്ക് കൈക്കലാക്കും. എന്നാലും സാരമില്ല. നീ ഏതായാലും മാധവൻ നായരെയും ചന്ദ്രികയും നോക്കാൻ പോണില്ല. ആ സ്ഥിതിക്ക് അവര് പോയ വഴിക്ക് പോകുന്നല്ലേ നിനക്ക് നല്ലത്. അല്ല അച്ഛാ, ഞാൻ അറിഞ്ഞത് വെച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമല്ല. ബാങ്കിലെ പണത്തിന്റെ കാര്യം അവിടെ നിക്കട്ടെ. ആ ചന്ദ്രികാമ്മയുടെ കയ്യില് ഒരുപാട് സ്വർണ്ണം ഉണ്ടെന്നാ മനോജ് പറയുന്നത്. അതും ഡയമണ്ട്സ് ഒക്കെ പതിച്ച ട്രഡീഷണൽ ഓർണമെന്റ്സ്. കോവിലകത്തു നിന്നും കൊണ്ടുവന്ന ആ സ്വർണത്തിന് കോടികളുടെ വില വരും. അതെല്ലാം ആ പ്രകാശൻ ഒറ്റയ്ക്ക് കൈക്കലാക്കാൻ പാടില്ല. മോളെ, നീ പറയുന്നൊക്കെ ശരിയാണോ? അതെ അച്ഛാ, ഞാൻ പറയുന്നതൊക്കെ ശരിയാ. അതുകൊണ്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞത് അവരെ ഉടനെ കണ്ടെത്തണോന്ന്. അവര് വന്നാലേ മനോജിന് അവന്റെ വിഹിതം വാങ്ങിയെടുക്കാൻ പറ്റൂ. മോളെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ മനോജില്ലേ, നിന്റെ കെട്ടിയവൻ, കുറച്ചു ദിവസം മുന്നേ അവൻ ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു. അയ്യോ, അവന്റെ അച്ഛനും അമ്മയും മറ്റേ മാധവൻ നായരും ചന്ദ്രയൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ട്. ഞാൻ അവനെ വിളിക്കാത്ത തെറിയൊന്നുമില്ല. അവന് നാണം കൊണ്ടും ക്ഷീണം കൊണ്ടും എന്റെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്മലായിരുന്നു. ഞാൻ അവനെ അത്രയ്ക്ക് ആക്ഷേപിച്ച ഇറക്കി വിട്ടത്. അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തേ? മനോജിന്റെ ഭർത്താവല്ലേ? അതെനിക്കറിയാലോ. പക്ഷെ അവൻ നിന്നെ അറിയിക്കാതെയാണ് എന്നെ കാണാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ അവനോട് അങ്ങനെ പെരുമാറിയത്. അതിനിപ്പോ സാരമില്ല. അവന് നാണവും മാനവും ഇല്ലാത്തതുകൊണ്ട് അവൻ അതങ്ങ് മറന്നോളൂ. ഹരിതമോള് പേടിക്കണ്ട. മാധവൻ നായരെയും ചന്ദ്രികയും തേടിയുള്ള അന്വേഷണം പോലീസ് ഈ നിമിഷം മുതൽ ഊർജിതപ്പെടുത്തും. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാൻ പോവാ. അപ്പൊ ഒരു നൈസ് ഡേ മക്കളെ. താങ്ക്സ് അച്ഛാ. സെയിം ടു യു. ചായ. ഹരിതമോൾ എന്തിനാ വിളിച്ചേ? മാധവൻ നായരെയും ചന്ദ്രികാമ്മയൊക്കെ കണ്ടു കിട്ടിയോ? കണ്ടുകിട്ടാൻ അവരെന്താ നിധി കുംഭമോ? നീ പോയേ, രാവിലെ എന്റെ വായിരിക്കുന്ന കഥ. ഓ, ചെല് ചെല് ചെല്. മതി വന്ദനമ്മേ, എന്റെ വയറ് നിറഞ്ഞു. മോളെ, ആഹാരം കഴിച്ചാലേ ബുദ്ധി ഉണരൂ. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കണ്ടേ? അതിനെ ബുദ്ധി വേണം. ഈ വന്ദനമ്മയ്ക്കൊന്നും അറിയില്ല. ഗൂഗിൾ അമ്മച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ എല്ലാ കാര്യങ്ങളും പഠിച്ചത്? നിന്നെ ഞാനുണ്ടല്ലോ, ഇത് കഴിക്ക്. അമ്മയും മോളും തമ്മില് തല്ലാണെന്ന് തോന്നുന്നല്ലോ. വന്ദനെ, ഇതൊക്കെ ഇവിടുത്തെ അമ്മയുടെ സ്വർണ്ണോ, എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ. വലിയ വലിയ ബാധ്യതകൾ വന്നിട്ട് പോലും അമ്മ ഇത് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല. ഇതിന്നാ മീനാക്ഷിക്ക് അമ്മ സ്വർണ്ണം എടുത്തു കൊടുത്തത്. ബാക്കിയുള്ള സ്വർണം ഇനി വന്ദന വേണം സൂക്ഷിക്കാൻ. വേണ്ട, സുചിത്രയുടെ കയ്യിൽ തന്നെ വെച്ചിരുന്നാ മതി. അമ്മ ഇത് സുചിത്രയല്ലേ ഏൽപ്പിച്ചിട്ട് പോയത്. അമ്മയ്ക്കും എനിക്കും അതന്നെ വിശ്വാസം. വിശ്വാസത്തിൻ്റെതല്ല വന്ദനെ. അമ്മയുടെ സ്വർണം എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞ ഇപ്പൊ മുതൽ നിന്റെ ഏട്ടൻ ഇതെങ്ങനെ തട്ടിയെടുക്കാന്നുള്ള ചിന്തയിലായിരിക്കും.
അങ്ങനെ സംഭവിച്ച അത് ചന്ദ്രികാമ്മയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. സുചിത്രടുത്തി, അമ്മ സുചിത്രടുത്തി ഏൽപ്പിച്ചത് സൂക്ഷിച്ചു വെച്ച് തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഏട്ടത്തിക്ക് തന്നെയാ. ഇത് ഞാൻ വാങ്ങില്ല. വന്ദനെ, നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. പാവം മിണ്ടാപ്രാണിയായ വിനുവിന് കൊടുത്ത പണം തട്ടിയെടുത്ത ആളാ നിന്റെ ഏട്ടൻ. അന്ന് തോന്നാത്ത കുറ്റബോധമൊന്നും അമ്മയുടെ ഈ സ്വർണ്ണം എടുത്തു മാറ്റുമ്പോ അങ്ങേർക്ക് തോന്നില്ല. സുചിത്രടുത്തി, എന്നാലും ഇത് വന്ദന ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഈ സ്വർണവും പണവും ഒക്കെ മണത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു തരം ഘ്രാണശക്തിയുള്ള ആളാ പ്രകാശേട്ടൻ. ഞാൻ രാവിലെ ഉറക്കവെണീറ്റ് ഒരു കട്ടൻ ചായ കൊടുക്കാൻ പോയപ്പോ ആളിനെ കാണാനില്ല. പത്രം പോലും മുറ്റത്തു നിന്ന് എടുത്തിട്ടില്ല. നേരെ ഞാൻ അവിടെ ഓടി വന്ന് നോക്കിയത് ഈ സ്വർണ്ണ. ഇതെല്ലാം സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ടെന്ന് കണ്ടതിന് ശേഷമാ എനിക്ക് സമാധാനമായത്. കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നാലും പ്രകാശേട്ടൻ ഇതെവിടെ പോയതായിരിക്കും? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും നേരം വെളുത്ത ഉടനെ എഴുന്നേറ്റ് ആത്മഹത്യൊന്നും ചെയ്യാൻ പോവില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയും ഒരുപാട് പേരെ പറ്റിക്കാൻ നിന്റെ ഏട്ടൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മേ, വാ. കേറി വാ അമ്മേ. ചന്ദ്രികാമ്മ വന്നോ? അമ്മേ, കേറി വാ.